മൺഡേ റൂട്ട് എന്ന ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് നിറങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ എന്തുമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. അതായത് ഒരു വീടിൻ്റെ നിറങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വീടിൻ്റെ 4 വശങ്ങൾക്കും പ്രാധാന്യമുണ്ട്. 4 വശങ്ങളിലേക്കും വെവ്വേറെ നിറങ്ങളാണ് കരുതപ്പെടുന്നത്. അതുപോലെ മുറികൾക്കുള്ളിലും ഓരോ മുറികളിലും കുട്ടികളുടെ പഠനമുറി, ബെഡ്റൂം, നമ്മുടെ ഡൈനിങ് റൂം, കിച്ചൺ ഇങ്ങനെ തുടങ്ങിയുള്ള എല്ലാ മുറികളിലേക്കുമുള്ള നിറങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു സാധാരണ ഒരു അവലോകനം മാത്രമേ ഉള്ളൂ ഇന്ന് നമ്മളിതിൽ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ വീട്ടിലെ ഉപകരണങ്ങളെല്ലാം വീട്ടുപകരണങ്ങളെന്ന് പറഞ്ഞിരുന്ന ഫാന്, മിക്സി, TV, ഫ്രിഡ്ജ് എന്ന് വേണ്ട അലമാരകൾ, പിന്നെ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാവിധ സാധനങ്ങളും നിറമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയത്തില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, അത് നിറമില്ലാത്ത ഓരോ വസ്തുക്കളെക്കുറിച്ച്. അപ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത് ഇതിനെല്ലാം നിറങ്ങൾക്കുള്ള പ്രാധാന്യം. നമ്മുടെ വീട്ടിനുള്ളിലെ എല്ലാ വസ്തുക്കൾക്കും നിറങ്ങൾക്കുള്ള പ്രാധാന്യം ഉണ്ട്. അപ്പോൾ ആ നിറങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാ വസ്തുക്കളുടെയും നിറങ്ങൾക്കൊരു യൂണിഫോം കളറായിരുന്നാൽ, ഏത് നിറങ്ങളുടെയും ആകാം, ഓരോരുത്തരുടെയും മനസ്സിനനുസരിച്ചുള്ള നിറങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് ഒരു തടസ്സവുമില്ല, അതിനൊരു റെസ്ട്രിക്ഷനും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഏത് നിറം തിരഞ്ഞെടുത്തിരുന്നാലും അത് ഒരു യൂണിഫോം കളറായി വീട്ടിനുള്ളിൽ യോജിപ്പിച്ച് ഭംഗിയായി അലങ്കരിച്ച് വയ്ക്കുമ്പോഴാണ് വീടിന് ഒരു നല്ല ആകർഷണത്വം അനുഭവപ്പെടുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിഷയങ്ങളാണ് ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്. നിറങ്ങൾ ആകർഷണം ഉണ്ടാക്കുക മാത്രമല്ല, അവിടെ താമസിക്കുന്ന ഓരോരുത്തരുടെയും ജീവിത വിജയത്തിനും ആരോഗ്യം നിലനിർത്തുന്നതിനും സന്തോഷത്തിനും സമാധാനത്തിനും ഈ നിറങ്ങൾ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളത് പരമാർത്ഥമാണ്. അതിനാൽ നിറങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സാധാരണയായി ഏതൊരു വീടിനും 4 ദിക്കുകളുണ്ടല്ലോ, അതുപോലെ 4 കോൺ ദിക്കുകളും ഉണ്ട്. വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ് എന്നീ 4 ദിക്കുകളും വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ് എന്നീ 4 കോൺ ദിക്കുകളുമാണ് അവ. വടക്ക് ദിക്കിന് ബ്ലൂ കളറും വൈറ്റ്, സിൽവർ എന്നിവയും, കിഴക്കിന് ഗ്രീൻ, ബ്ലൂ, ബ്ലാക്ക് എന്നും, തെക്കിന് റെഡ്, ഓറഞ്ച്, ഗ്രീൻ എന്നും, പടിഞ്ഞാറിന് വൈറ്റ്, ഗ്രേ, യെല്ലോ ആൻഡ് ലൈറ്റ് ബ്രൗൺ എന്നും, വടക്ക് കിഴക്കിന് യെല്ലോ, ലൈറ്റ് ബ്രൗൺ, റെഡ്, ഓറഞ്ച്, തെക്ക് കിഴക്കിന് ലൈറ്റ് ഗ്രീൻ, ബ്ലാക്ക് ആൻഡ് ബ്ലൂ, തെക്ക് പടിഞ്ഞാറ് റെഡ്, ഓറഞ്ച്, ഗ്രീൻ, വടക്ക് പടിഞ്ഞാറ് വൈറ്റ്, സിൽവർ, യെല്ലോ, ലൈറ്റ് ബ്രൗൺ എന്നിങ്ങനെയുള്ള നിറങ്ങളാണ് അനുമാനിക്കുന്നത്. അപ്പോൾ ഇതിൽ നിറങ്ങൾ എന്നത് പ്രാഥമിക നിറം അഥവാ പ്രൈമറി കളേഴ്സ് ആണ്. അത് റെഡ്, യെല്ലോ, ബ്ലൂ എന്നീ 3 നിറങ്ങളാണ്. ഇതിൽ ഏതെങ്കിലും 2 നിറങ്ങൾ കൂട്ടി യോജിപ്പിച്ചാൽ ഒരു സെക്കൻഡറി കളർ ലഭിക്കും. ഉദാഹരണത്തിന് റെഡ് യെല്ലോയുമായി കൂട്ടി യോജിപ്പിച്ചാൽ ഓറഞ്ച് ലഭിക്കും. ബ്ലൂ റെഡുമായി കൂട്ടി യോജിപ്പിച്ചാൽ വയലറ്റ് ലഭിക്കും. യെല്ലോയും ബ്ലൂവും കൂടി കൂട്ടി യോജിപ്പിച്ചാൽ ഗ്രീനും ലഭിക്കും. അപ്പോൾ ഓറഞ്ച്, വയലറ്റ്, ഗ്രീൻ എന്നിവ സെക്കൻഡറി കളേഴ്സ് ആണ്. എന്നാൽ റെഡ്, യെല്ലോ, ബ്ലൂ എന്നീ 3 നിറങ്ങളും കൂടി യോജിപ്പിച്ചാലോ മറ്റൊരു നിറമായ ടെറിട്ടറി കളറായ ഗ്രേയും ആണ് കിട്ടുന്നത്. ഈ 3 നിറങ്ങളും വിവിധ റേഷ്യോയിൽ കൂട്ടിച്ചേർത്താണ് ഈ പ്രപഞ്ചത്തിലെ ഏതൊരു നിറവും ഉണ്ടാക്കുന്നത്. ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് കിട്ടുന്ന നിറങ്ങൾക്ക് ഓരോ പേരുകൾ നൽകുന്നു. ഉദാഹരണം പിങ്ക്, പെയിൽ ക്രീം, മെജൻഡ, കോഫി ബ്രൗൺ എന്നിങ്ങനെ ധാരാളം പേരുകളിൽ ലഭിക്കും. റെഡ് തന്നെ പല വിധമുണ്ട്. വെർമില്യൺ റെഡ്, ലൈറ്റ് റെഡ്, പോസ്റ്റ് ഓഫീസ് റെഡ്, ക്രിംസൺ റെഡ്, ഇന്ത്യൻ റെഡ്, സിഗ്നൽ റെഡ്, ഓറഞ്ച് റെഡ് എന്നിങ്ങനെ. യെല്ലോ ആണെങ്കിൽ ലെമൺ യെല്ലോ, ക്രോം യെല്ലോ, ഓക്കർ യെല്ലോ, കാഡ്മിയം യെല്ലോ, ഗോൾഡൻ യെല്ലോ, മീഡിയം യെല്ലോ എന്നിങ്ങനെ. ബ്ലൂ ആണെങ്കിൽ പ്രഷ്യൻ ബ്ലൂ, കൊബാൾട്ട് ബ്ലൂ, അൾട്രാമറീൻ ബ്ലൂ, പീകോക്ക് ബ്ലൂ, ട്രാഫിക് ബ്ലൂ എന്നിങ്ങനെ. അതുപോലെ ഗ്രീനിലും വയലറ്റിലും ഓറഞ്ചിലും വിവിധ പേരുകളിൽ ലഭ്യമാണ്.
ഈ വൈറ്റും ബ്ലാക്കും പെർമനൻ്റ് നിറമാണ്. വൈറ്റ് എന്നാൽ വൈറ്റ് മാത്രം. ഡാർക്ക് എന്നാൽ ഐവറി ബ്ലാക്ക്, ലാംബ് ബ്ലാക്ക്, ബേൺ സീന, റാ അംബർ എന്നിങ്ങനെ. ഏതെങ്കിലും ഒരു നിറത്തിനോടൊപ്പം മറ്റൊരു നിറത്തിൻ്റെ ചെറിയൊരു അംശം കൂടി കൂട്ടിച്ചേർത്ത് മെച്ചപ്പെടുത്തുന്നതിനെ ഹ്യൂ എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു നിറത്തിനോടൊപ്പം വൈറ്റ് ചേർത്ത് ലൈറ്റ് ആക്കുന്നതിനെ ടിൻറ്റ് എന്നും ആണ് പറയുന്നത്. ഒരു കൂട്ടം നിറങ്ങളിൽ കറുപ്പ് നിറമോ ഏതെങ്കിലും ഡാർക്ക് നിറമോ ചേർത്ത് ഡാർക്കാക്കി എടുക്കുന്നതിനെ ഷെയ്ഡ് എന്ന് പറയും. അതുപോലെ ഏതെങ്കിലും ഒരു നിറത്തിനോടൊപ്പം വൈറ്റ് ചേർത്ത് ലൈറ്റ് ആക്കുകയും ബ്ലാക്ക് ചേർത്ത് ഡാർക്ക് ആക്കുകയും ചെയ്യുന്നതിനെ ടോൺ എന്നും പറയുന്നു. തിരഞ്ഞെടുത്ത ഏതൊരു ടോണിനെയും ആ നിറത്തിൻ്റെ സീൽ എന്ന് പറയും. ഒരേ ഒരു നിറം ഉപയോഗിച്ച് ഒരു ചിത്രമോ മറ്റേതെങ്കിലും വസ്തുവിനെയോ പെയിൻറ് ചെയ്ത് പൂർത്തിയാക്കുന്നതിനെ മോണോക്രോം എന്ന രീതിയാണ് അറിയപ്പെടുന്നത്. ചുവപ്പ് തീവ്ര വികാരങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു. അധികാരം, പ്രേമം, വേഗത, സാഹസികത എന്നിവ പ്രതിഫലിപ്പിക്കുമ്പോൾ ആഹ്ലാദവും സന്തോഷവും ആഘോഷവും പ്രതിഫലിപ്പിക്കുന്നത് മഞ്ഞ നിറമാണ്. ശാന്തതയുടെ നിറമാണ് നീല. മേൽക്കോയ്മ, ബുദ്ധി, സാമർഥ്യം, സ്ഥിരത, ഐക്യം എന്നിവ പ്രതിഫലിപ്പിക്കുന്നത് നീല നിറമാണ്. അതുപോലെ ജീവൻ്റെ നിറമാണ് പച്ച നിറം. വളർച്ച, ആരോഗ്യം എന്നിവയാണ് പച്ച നിറം പ്രതിഫലിപ്പിക്കുന്നത്. അതുപോലെ നിറങ്ങൾ ഉപയോഗിച്ചുള്ള ചില ചികിത്സാ രീതികളും നിലവിലുള്ളതാണ്. ഹീലിയം തെറാപ്പി എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ചില രോഗങ്ങൾക്ക് ശരീരത്തിൽ വേദനയുള്ള ഭാഗങ്ങളിൽ ചില നിറങ്ങളുടെ പ്രകാശരശ്മി കൃത്യമായി പ്രതിഫലിപ്പിച്ചാൽ വേദന ശമിക്കും എന്ന് പറയുന്നു. അങ്ങനെ പ്രകാശരശ്മികളുടെ നിറങ്ങളിൽ പ്രാഥമിക നിറങ്ങൾ റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നിവയാണ്. TV പ്രോഗ്രാമുകളിലും സിനിമാ പ്രദർശന രീതിയിലും പ്രാഥമിക നിറം എന്നത് റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നിവയാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിറങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. നമ്മുടെ വീടുകളിലുള്ള ഉപകരണങ്ങളായ ഫ്രിഡ്ജ്, ഫാൻ, മിക്സി, തയ്യൽ മെഷീൻ, അലമാര, ഫർണിച്ചറുകൾ തുടങ്ങിയ എല്ലാ സാധനങ്ങൾക്കും നിറം ഒരു അനിവാര്യ വസ്തുവാണ്. നിറമില്ലാത്ത തുരുമ്പിച്ച വസ്തുക്കളാണ് മേൽപ്പറഞ്ഞവയെങ്കിൽ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? അപ്പോൾ എല്ലാ ജീവിത വിജയങ്ങൾക്കും നിറം എന്നത് ഒഴിവാക്കുവാൻ നമുക്ക് സാധ്യമല്ല. ഇത്രയൊക്കെ നിറങ്ങളെക്കുറിച്ച് ഉള്ള ഒരു അവലോകനമാണ് നമ്മളിന്ന് നടത്തിയത്. ഇത് പൂർണ്ണമായും പറഞ്ഞിട്ടില്ല. ഇതിനെ സംബന്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വളരെ വിശദമായി പറയുന്നതിനുണ്ട്. പക്ഷേ തൽക്കാലം ഞാൻ ഇത്ര കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഇത് കൊണ്ട് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആളുകൾ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എഴുതി കമൻറ്റ് ബോക്സിൽ തന്നെ നിങ്ങൾ എഴുതി അയക്കണമെന്ന് താല്പര്യപ്പെടുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.